ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മമ്മീസ് വ്ലോഗ്. ഇന്ന് അവിടെ കാണിക്കുന്നത് ഒരു കിടില നൈറ്റ് ആണ് കേട്ടാ. അപ്പൊ നിങ്ങൾക്ക് കണ്ടപ്പോൾ തന്നെ മനസ്സിലായിട്ടുണ്ടാവും ബിരിയാണി ആണല്ലേ. ബിരിയാണി എന്ന് പറയുമ്പോൾ സ്പെഷ്യൽ ആണ് കേട്ടാ. ഹൈദരാബാദി ചിക്കൻ ദം ബിരിയാണി ആണ് കേട്ടോ ഞാൻ ഇവിടെ കാണിക്കുന്നത്. അപ്പൊ ഇത് ഉണ്ടാക്കാനായിട്ട് വളരെ ഈസിയാണ് കേട്ടാ. നമ്മൾ മറ്റുള്ള ബിരിയാണി തയ്യാറാക്കുന്നത് പോലെയല്ല, വളരെ ഈസി ആയിട്ട് ആർക്ക് വേണമെങ്കിലും ഉണ്ടാക്കാൻ അറിയാത്തവർക്ക് പോലും ഇത് ഈസി ആയിട്ട് ഉണ്ടാക്കാവുന്ന ഒരു ബിരിയാണിയാണ് കേട്ടാ. പിന്നെ ഈ ഒരു ബിരിയാണിയുടെ പ്രത്യേകത എന്ന് പറയുന്നത് നമുക്ക് ഒരുപാട് സമയം ലാഭിക്കാൻ പറ്റും. മറ്റുള്ള ബിരിയാണി പോലെ മസാലകളൊന്നും വഴറ്റി ഒരുപാട് സമയം നമുക്കതൊന്നും കളയേണ്ടതില്ല. വളരെ ഈസി ആയിട്ട് ആർക്കും തയ്യാറാക്കാവുന്ന ഒരു ബിരിയാണിയാണ്. അപ്പൊ ഇത് കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് തന്നെ ഞാൻ കാണിച്ചിട്ടുണ്ട്, അതുകൊണ്ട് കുറച്ച് ലെങ്തിയാണ് കേട്ടോ വീഡിയോ. എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ തന്നെ ഒന്ന് കാണണേ. അപ്പൊ ഇതിനായിട്ട് ഒരു 7 സബോളയാണ് എടുത്തിട്ടുള്ളത്. അപ്പൊ ഇതിൽ ചെറുതും വലുതൊക്കെ ഉണ്ട്. നിങ്ങളുടെ അടുത്ത് വലുതുണ്ടെങ്കിൽ ഒരു 6 മതിയാവും കേട്ടോ. പിന്നെ ഒരു കൈപ്പിടിയോളം തന്നെ വെളുത്തുള്ളിയാണ് എടുത്തിട്ടുള്ളത്. 2 ചെറിയ കഷ്ണം ഇഞ്ചി എടുത്തിട്ടുണ്ട്, തൊലിയൊക്കെ കളഞ്ഞെടുത്തിട്ടുള്ളതാണ് കേട്ടോ. പിന്നെ ഞാൻ അതിലേക്ക് വേണ്ടിയിട്ട് 6 പച്ചമുളകാണ് എടുത്തിട്ടുള്ളത്. നല്ല എരിവുള്ള പച്ചമുളകാണ് ഇട്ടത്. അപ്പൊ അതുകൊണ്ട് തന്നെ ഞാൻ 6 എടുത്തിട്ടുള്ളത്. ഇനി ഈ സബോള കനം കുറച്ചിട്ട് നമുക്ക് കട്ട് ചെയ്തെടുക്കണം. ഇത് ഇഞ്ചിയും പച്ചമുളകും വെളുത്തുള്ളിയും ഒന്ന് ചതച്ചെടുക്കാൻ വേണം കേട്ടോ. അപ്പൊ അതിന്റെ സബോള ഞാൻ ഇതുപോലെ വേണം നിങ്ങൾ കട്ട് ചെയ്യാനായിട്ട്. അപ്പൊ ഇതിന്റെ പ്രത്യേകത എന്ന് പറയാൻ, ഈ സബോള നമ്മൾ മുഴുവനായിട്ട് ഫ്രൈ ആക്കി എടുക്കുന്നുണ്ട്. ഫ്രൈ ആക്കിയതിന് ശേഷമാണ് നമ്മൾ ഈ ഒരു ബിരിയാണി തയ്യാറാക്കുന്നത്. അതുകൊണ്ട് തന്നെ നല്ല കനം കുറച്ചിട്ട് വേണം നമ്മൾ കട്ട് ചെയ്യാനായിട്ട്. ഇപ്പൊ എല്ലാം ഞാനിവിടെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടാ. ഞാൻ കട്ട് ചെയ്യുന്നത് കാണിച്ചതേ ഉള്ളൂ. അപ്പൊ ഇതുപോലെ കട്ട് ചെയ്തതിന് ശേഷം ഇങ്ങനെ എല്ലാം ഒന്ന് വേർതിരിച്ചെടുക്കണം കേട്ടോ. അപ്പോഴാണ് ഫ്രൈ ആക്കുമ്പോൾ നമുക്ക് എളുപ്പത്തിൽ ഫ്രൈ ആക്കി എടുക്കാൻ പറ്റുള്ളൂ, അല്ലെങ്കിൽ ഒട്ടിപ്പിടിച്ചിട്ടൊക്കെ നിൽക്കും. അതുപോലെ തന്നെ ഇഞ്ചിയും പച്ചമുളകും വെളുത്തുള്ളിയും ചതച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. ചതച്ച് തന്നെ എടുക്കണം കേട്ടോ, അതാണ് ടേസ്റ്റ് ഉണ്ടാവുക ബിരിയാണിക്ക്. ഇനി ഒരു പാൻ വെച്ച് കൊടുത്തിട്ട് അതിലേക്ക് ഞാൻ സൺഫ്ലവർ ഓയിലാണ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. അപ്പൊ ഓയിൽ ഒഴിച്ചു കൊടുക്കുമ്പോൾ കുറച്ച് തന്നെ ഒഴിച്ചു കൊടുത്താൽ മതി. എന്നിട്ട് 2-3 തവണ ആയിട്ട് നമ്മളിത് ഫ്രൈ ആക്കി എടുത്താൽ മതി കേട്ടോ. അപ്പൊ കുറച്ചാണ് വെക്കുന്നുണ്ടെങ്കിൽ 2 തവണക്കായിട്ട് നമ്മൾ ഫ്രൈ ആക്കി എടുത്താൽ മതി. വെറുതെ ഓയിൽ വേസ്റ്റ് ആക്കേണ്ട കാര്യമില്ലല്ലോ. അപ്പൊ അതുകൊണ്ട് തന്നെ 2-3 തവണ ഇട്ടിട്ടാണ് ഞാനിത് ഫ്രൈ ആക്കി എടുക്കുന്നത് കേട്ടോ. അപ്പൊ ഇതുപോലെ ഇങ്ങനെ ഇളക്കി കൊടുത്തോണ്ട് നിൽക്കണം. നമ്മൾ ഇട്ടിട്ട് അങ്ങനെ അനങ്ങാതെ നിൽക്കരുത്, ഇളക്കി കൊടുത്തു നിൽക്കണം. ഇടക്കിടക്കൊന്ന് ഇളക്കി കൊടുക്കണം കേട്ടോ. അപ്പോഴാണ് എല്ലാ ഭാഗവും ഇതൊന്ന് ഫ്രൈ ആയി വരുള്ളൂ. ഇപ്പൊ ആദ്യത്തെ സ്റ്റെപ്പ് കൂടെ ഫ്രൈ ആയി വന്നിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കിത് കോരിയെടുക്കാം. അപ്പൊ ഞാനിത് 3 തവണയായിട്ട് ഇട്ടിട്ടാണ് ഫ്രൈ ആക്കി എടുക്കുന്നത്. നമുക്ക് ഒറ്റ തവണ 2 തവണക്കാരി ഇടാം. അപ്പൊ ഒരുപാട് ഓയിൽ വേസ്റ്റ് ആയി പോകണ്ടെന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ. ഇതിൽ പിന്നെ ഞാൻ അണ്ടിപ്പരിപ്പ് മുന്തിരി കൂട്ടി ഒന്ന് ഫ്രൈ ആക്കി എടുക്കുന്നുണ്ട്. പിന്നെ ഈ ഒരു ഹൈദരാബാദ് ബിരിയാണിയിൽ അണ്ടിപ്പരിപ്പ് മുന്തിരി ഒന്നും ഇടുന്നില്ല കേട്ടോ. പക്ഷെ എനിക്ക് ഈ ഒരു ബിരിയാണി എന്ന് പറയുമ്പോൾ അതിൽ അണ്ടിപ്പരിപ്പ് മുന്തിരി ഒക്കെ ഇടുന്നതാണ് ഇഷ്ടം. അതുകൊണ്ട് എന്റെ ഒരു ഇഷ്ടത്തിനാണ് ഞാനിത് ഇടുന്നത് കേട്ടോ. ഇത് ഇട്ടില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. അങ്ങനെ ഇതിലേക്ക് വേണ്ട അണ്ടിപ്പരിപ്പ് മുന്തിരി സബോളയും എല്ലാം ഇവിടെ ഫ്രൈ ആക്കി എടുത്തിട്ടുണ്ട്. ഇതിൽ 3/4 ഭാഗം സബോളയായിട്ട് നമ്മൾ ബിരിയാണിക്കായിട്ട് എടുക്കുന്നത്. 1/4 ഭാഗം ഗാർണിഷ് ചെയ്യാനായിട്ടാണ് മാറ്റി വെക്കുന്നത് കേട്ടോ. പിന്നെ ഇതിലേക്ക് ഞാൻ 2 കിലോ വരുന്ന കോഴിയാണ് വാങ്ങിച്ചിട്ടുള്ളത്. എപ്പോഴും ബിരിയാണിക്കായാലും കറി വെക്കാനായാലും നമ്മൾ 2 കിലോന്റെ താഴെ വരുന്ന ചിക്കനായിട്ട് എപ്പോഴും നല്ലത്. ഇപ്പൊ അത് അവിടെ ഇല്ലാത്തതുകൊണ്ട് മാത്രമാണ് ഞാൻ ഇങ്ങനെ വാങ്ങിച്ചത്. അപ്പൊ അത്യാവശ്യം വലുപ്പത്തിൽ തന്നെ അവർ കട്ട് ചെയ്ത് തന്നിട്ടുണ്ട്. ഞാൻ ഇവിടെ ക്ലീൻ ആക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി അതിലേക്ക് ഇഞ്ചി പച്ചമുളക് വെളുത്തുള്ളി ചതച്ചാണ് ഇട്ട് കൊടുക്കുന്നത്. മുഴുവനായിട്ട് തന്നെ ഇട്ട് കൊടുക്കുന്നുണ്ട്. 1.5 ടേബിൾ സ്പൂൺ മുളക് പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത്. പിന്നെ 1/2 ടേബിൾ സ്പൂണ് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. 2 ടേബിൾ സ്പൂണ് മല്ലിപ്പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത്. 1 ടീസ്പൂണ് ഗരം മസാല ഇട്ട് കൊടുക്കാം. 1/2 ടീസ്പൂണ് പെരിഞ്ജീരകം പൊടിച്ചതാണ് ഇട്ട് കൊടുക്കുന്നത്. 1 ടീസ്പൂണ് ഷാജീരകമാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. പെരിഞ്ജീരകം പൊടിച്ചത് 1/2 ടീസ്പൂൺ കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പൊ ടോട്ടലി 1 ടീസ്പൂണാണ് കേട്ടോ. പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. പുളി ഇല്ലാത്ത തൈര് 1/4 കപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇതിലേക്ക് കുറച്ചധികം തന്നെ മല്ലിയില ഇട്ട് കൊടുക്കണം കേട്ടോ. അതുപോലെ പുതിനയിലയും കൂടി ഇട്ട് കൊടുക്കണം. കുറച്ചധികം വേണ്ടത് മല്ലിയിലയാണ് കേട്ടോ. ഇനി 3 ടേബിൾ സ്പൂൺ നെയ്യാണ് കേട്ടോ. ഞാൻ മിൽമയുടെ നെയ്യാണ് ഒഴിച്ചു കൊടുക്കുന്നത്. 3 ടേബിൾ സ്പൂൺ ഉണ്ട്. ഇനി ഇതിലേക്ക് ചെറിയൊരു പുളിപ്പിന് വേണ്ടിയിട്ട് ഒരു ചെറുനാരങ്ങയുടെ നീര് എടുത്തിട്ടുണ്ട് കേട്ടോ. ഇത് ഞാൻ ഇഞ്ചി പച്ചമുളക് ചതച്ച പാത്രത്തിലാണ് കേട്ടോ ഒഴിച്ചത്, അതുകൊണ്ടാണ് ഇങ്ങനെ. പിന്നെ 2 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഞാൻ ഉള്ളിയൊക്കെ ഫ്രൈ ആക്കിയ ഓയിലാണ് ഒഴിച്ചു കൊടുക്കുന്നത്. ഇത് ഓപ്ഷനിലാണ്, വേണമെന്ന് നിർബന്ധമില്ല കേട്ടോ. ഇനിയാണ് ഇതിലത്തെ മെയിൻ ഇൻഗ്രീഡിയൻസ് ഇട്ട് കൊടുക്കുന്നത് കേട്ടോ. ഉള്ളി ഫ്രൈ ആക്കിയതാണ്. അപ്പൊ ഇതിന്റെ ഒരു 3/4 ഭാഗം ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. 1/4 ഭാഗം മാറ്റി വെക്കുന്നുണ്ട്. അപ്പൊ ഇത്രയും ഭാഗം മാറ്റി വെച്ചിട്ടുണ്ട്. ബാക്കിയെല്ലാം ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി എല്ലാം കൂടി നന്നായിട്ട് തന്നെ മിക്സ് ചെയ്തെടുക്കണം. നല്ല പോലെ തന്നെ തിരുമ്മി പിടിപ്പിക്കണം കേട്ടോ. ചിക്കനും മസാലകളൊക്കെ നന്നായിട്ട് യോജിച്ച് വരണം. ആ രീതിക്ക് വേണ്ട നമ്മളിത് മിക്സ് ചെയ്യാനായിട്ട്. ഇപ്പൊ നന്നായിട്ട് തന്നെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇത് റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കണം. കുറഞ്ഞത് ഒരു 3 മണിക്കൂറെങ്കിലും ഫ്രിഡ്ജിലാണ് നമ്മൾ റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കേണ്ടത്. അതെല്ലാം നിങ്ങൾക്ക് ടൈം ഇല്ല എങ്കിൽ 1.5 മണിക്കൂറെങ്കിലും റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കണം കേട്ടോ.
അപ്പൊ നമുക്ക് അത്യാവശ്യം തന്നെ സമയമുണ്ട് കേട്ടോ. ചിക്കനൊക്കെ റെസ്റ്റ് ചെയ്യാനായിട്ട് വെച്ച് അരമണിക്കൂർ കഴിഞ്ഞതിന് ശേഷമാണ് ഞാൻ പിന്നെ അരി എടുത്തിട്ടുള്ളത്. 1.5 കിലോ അരിയാണ് കേട്ടോ, ബസ്മതി റൈസ് ആണ് ഞാൻ എടുത്തിട്ടുള്ളത്. നന്നായിട്ട് തന്നെ കഴുകി വൃത്തിയാക്കി എടുക്കുന്നുണ്ട്. ഇനി നമ്മൾ കഴുകുന്നില്ല, ഇപ്പൊ തന്നെ കഴുകിയിട്ട് നന്നായിട്ട് തന്നെ വൃത്തിയാക്കി എടുക്കണം. എന്നിട്ട് വേണം നമ്മൾ വെള്ളത്തിലിട്ട് വെക്കാനായിട്ട്. അപ്പൊ ഒരു 3/4 മണിക്കൂർ വെള്ളത്തിലിട്ട് വെച്ചിട്ട് അതിന് ശേഷമാണ് ഞാൻ ഇത് വാർത്തെടുത്തിട്ടുള്ളത്. അപ്പോഴേക്കും നമ്മുടെ ചിക്കന് റെസ്റ്റ് ചെയ്യാൻ വെച്ച ടൈമൊക്കെ ആയിട്ടുണ്ട്. അപ്പൊ 3 മണിക്കൂറൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ആ ഒരു സമയത്താണ് ഞാനിത് ഒരു പാന് വെച്ച് കൊടുത്തിട്ടുണ്ട്. ആ പാനിലേക്ക് നമ്മൾ റെസ്റ്റ് ചെയ്യാനായിട്ട് വെച്ചിട്ടുള്ള ചിക്കൻ ഉണ്ടല്ലോ, ചിക്കൻ മുഴുവനായിട്ടാണ് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. മുഴുവനായിട്ട് ചിക്കൻ ഇട്ട് കൊടുത്തതിന് ശേഷം നമ്മളിത് ഹൈ ഫ്ലെയിമിൽ ഒരു 5 മിനിറ്റ് ആദ്യം വേവിക്കണം. പിന്നെ ഒരു ലോ ടു മീഡിയം ഫ്ലെയിമിൽ ആയി കൊടുത്താൽ മതി. ചിക്കൻ ഒരു 3/4 ഭാഗം നമുക്ക് വേവിച്ചെടുക്കേണ്ടതുണ്ട്. ഒരു തുള്ളി പോലും വെള്ളം നമ്മൾ ആഡ് ചെയ്യരുത് കേട്ടോ. ചിക്കനിൽ നിന്ന് വെള്ളമൊക്കെ ഇറങ്ങി വരും. അതങ്ങനെ മൂടി വെച്ച് വേവിക്കാം. ഇടക്കിടക്കൊന്ന് ഇളക്കി കൊടുക്കണം. ഈ ഒരു സമയം കൊണ്ട് ഞാൻ വിറകടുപ്പിലാണ് അരി വേവിച്ചെടുക്കുന്നത്. അപ്പൊ അരി വെള്ളം ചൂടായി വന്നിട്ടുണ്ട്. ഇനി അതിലേക്ക് 6 ചെറിയ കഷ്ണം പട്ട, 2 തക്കോലം, 12 ഏലക്ക, 12 ഗ്രാമ്പു, ഒരു 3/4 ടീസ്പൂൺ ഷാജീരകം ഇട്ട് കൊടുത്തിട്ടുള്ളത്. ഷാജീരകം മസ്റ്റ് ആണ് കേട്ടാ. പിന്നെ ബേ ലീഫ് ഉണ്ടെങ്കിൽ ബേ ലീഫും കൂടി ഇട്ട് കൊടുക്കാം. എൻ്റെ അടുത്ത് ഇല്ലാത്തതുകൊണ്ട് ഞാൻ ഇട്ട് കൊടുത്തിട്ടില്ല കേട്ടാ. ഇനി അതിലേക്ക് ഒരു 3 ടേബിൾ സ്പൂൺ നെയ്യും കൂടി ഞാൻ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. നെയ്യൊക്കെ ഒഴിച്ചു കൊടുക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റ് ആണ് ഈ ഒരു റൈസിന് വരുന്നത്. പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഉപ്പ് എപ്പോഴും വെള്ളത്തിൽ മുന്നിട്ട് നിൽക്കുന്ന രീതിയിൽ വേണം ഉപ്പിട്ട് കൊടുക്കാനായിട്ട്. ഉപ്പിട്ട് കൊടുത്തിട്ട് അത് കറക്റ്റ് ആണോ എന്ന് നോക്കണം കേട്ടാ. എന്നിട്ട് വേണം നമ്മൾ തിളപ്പിക്കാനായിട്ട് വെക്കുമ്പോൾ. ഉപ്പ് എപ്പോഴും വെള്ളത്തിൽ മുന്നിട്ട് നിൽക്കണം. എങ്കിലാണ് അരിയിലേക്ക് ഉപ്പ് നന്നായിട്ട് പിടിക്കുള്ളൂ കേട്ടാ. നന്നായിട്ട് തന്നെ മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി മൂടി വെച്ചിട്ട് നമുക്കതൊന്ന് തിളപ്പിച്ചെടുക്കാം. തിളച്ചതിന് ശേഷം വേണം അരി ഇട്ട് കൊടുക്കാനായിട്ട്. അപ്പൊ അതിലിടക്ക് ഞാനിവിടെ ചിക്കൻ ഇടക്കിടക്കൊന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട് കേട്ടാ. അതല്ലെങ്കിൽ അടിയിൽ പിടിക്കാതിരിക്കാനാണ് ഞാൻ ഈ ഒരു സമയത്ത് മീഡിയം ഫ്ലെയിമിലാക്കി കൊടുത്തിട്ടുണ്ട് കേട്ടാ. ഇത് ഇടക്കിടക്കൊന്ന് ഇളക്കിയിട്ട് ഒന്ന് മൂടി വെച്ച് കൊടുക്കണം. ഇപ്പോ വെള്ളം നന്നായിട്ട് തന്നെ തിളച്ച് വന്നിട്ടുണ്ട്. ഇനി ഈ സമയത്ത് നമുക്ക് അതിലേക്ക് അരി ഇട്ട് കൊടുക്കാം. നമ്മൾ കഴുകി വാർത്തി വെച്ചിട്ടുള്ള അരി ഉണ്ടല്ലോ, ഒരു 3/4 മണിക്കൂറാണ് ഞാൻ അവിടെ അരി കുതിർത്തിട്ടുണ്ടായിരുന്നത്. അത് വാർത്തത് മുഴുവനായിട്ട് അതിൽ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് നന്നായിട്ടൊന്ന് തിളച്ച് വരട്ടെ. തിളച്ച് വരുന്ന വരെ നമുക്കതൊന്ന് മൂടി വെച്ച് വേവിക്കാം കേട്ടോ. തിളച്ചതിന് ശേഷം മൂടി മാറ്റാം. അപ്പൊ ഇടയ്ക്ക് ചിക്കൻ നോക്കുന്നുണ്ടായിരുന്നു. അപ്പൊ ഈ സമയത്ത് നോക്കിയപ്പോൾ 3/4 ഭാഗം വെന്തിട്ടുണ്ട്. വെള്ളമൊക്കെ നന്നായി ഇറങ്ങി വന്നിട്ടുണ്ട് കേട്ടോ. അപ്പൊ ഇനി 1/4 ഭാഗം ഇനി ദമ്മിലിരുന്ന് വേവിക്കാവുന്നതേ ഉള്ളൂ. ഈ സമയത്ത് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് അടച്ചു വെക്കാം കേട്ടോ. അപ്പോഴേക്കും നമ്മുടെ റൈസ് ഇവിടെ നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട് കേട്ടോ. വിറകടുപ്പിലായതുകൊണ്ട് തന്നെ പെട്ടെന്ന് ആയി കിട്ടും. ഒരു 80% വേവാണ് നമുക്ക് വേണ്ടത്. ഈ ഒരു സമയത്ത് ഇതിൽ നിന്ന് പട്ട, ഏലക്ക, ഗ്രാമ്പൂ, തക്കോലം അങ്ങനത്തെ ഐറ്റംസ് ഒക്കെ ഉണ്ടല്ലോ, അതൊക്കെ നമുക്കൊന്ന് മാറ്റി കൊടുക്കാം കേട്ടോ. അത് തിളച്ചപ്പോൾ തന്നെ അതിലത്തെ ഫ്ലേവർ ഒക്കെ അതിൽ പിടിച്ചിട്ടുണ്ട്. അപ്പോൾ ഇനി ദമ്മിടുമ്പോൾ അതിന്റെ ഫ്ലേവർ ഒന്നുകൂടി കൂടും. അതില്ലാതിരിക്കാനായിട്ടാ ഇങ്ങനെ ചെയ്തിട്ടുള്ളത്. അപ്പൊ 80% വെന്തിട്ടുണ്ട്. ജീരകം മാറ്റേണ്ട കാര്യമില്ല കേട്ടാ. 80% വെന്തപ്പോ അതൊന്ന് വെള്ളം വാർത്തി എടുക്കാം കേട്ടോ നമുക്ക്. അപ്പൊ ഇവിടെ റൈസും റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ദമ്മിടേണ്ട പരിപാടി നോക്കാം. അപ്പൊ ചിക്കൻ ഇവിടെ റെഡി ആയിട്ടുണ്ടല്ലോ, നമുക്ക് അതിലേക്കാണ്ട് ദമ്മിട്ട് കൊടുക്കുന്നത്. അപ്പൊ നല്ലൊരു സ്മെല്ലാണ് ഈ ഒരു സമയത്ത് വരുന്നത്. ഇത് പൊട്ടിക്കുന്ന സമയത്തായാലും ഈ ദമ്മ് പൊട്ടിക്കുമ്പോഴായാലും നല്ലൊരു സ്മെല്ലാണ് കേട്ടാ. അപ്പൊ അതിലേക്ക് കുറച്ച് ഭാഗം റൈസ് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടാ. പകുതി റൈസ് ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. റൈസ് പകുതി ഇട്ട് കൊടുത്തതിന് ശേഷം നന്നായിട്ട് തന്നെ ലെവലാക്കി എടുക്കുക. എന്നിട്ട് അതിന്റെ മുകളിലേക്ക് മല്ലിയിലയും പുതിനയിലയും കൂടിയായിട്ട് ഇട്ട് കൊടുക്കുന്നത്. പിന്നെ ഈ ഹൈദരാബാദ് ചിക്കൻ ദം ബിരിയാണിയുടെ ഒരു മെയിൻ ഐറ്റം ആണ് നമ്മുടെ സാഫ്രോൺ. അത് എൻ്റെ അടുത്ത് ഇല്ലാത്തതുകൊണ്ട് ഞാനിവിടെ മഞ്ഞൾപ്പൊടി പാലിൽ മിക്സ് ചെയ്തിട്ടാണ് ഇട്ട് കൊടുക്കുന്നത്. അതുണ്ടെങ്കിൽ നിങ്ങൾ പാലിൽ അത് മിക്സ് ചെയ്തിട്ട് ഇട്ട് കൊടുത്താൽ മതി കേട്ടോ. സാഫ്രോൺ അറിയാലോ എല്ലാവർക്കും, കുങ്കുമപ്പൂവാണ്. 1 ടേബിൾ സ്പൂൺ നെയ്യ് കൂടി ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ 1/2 ടീസ്പൂൺ ഗരം മസാല ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. പിന്നെ നമ്മൾ ഗാർണിഷ് ചെയ്യാനായിട്ട് വെച്ചിട്ടുള്ള അണ്ടിപ്പരിപ്പും മുന്തിരിയും സബോള ഉണ്ടല്ലോ, അതും കൂടി ഇട്ട് കൊടുക്കാം. അപ്പൊ ഞാൻ പ്രത്യേകം പറയണത് ഇതിൽ അണ്ടിപ്പരിപ്പും മുന്തിരിയും നിർബന്ധമില്ല കേട്ടോ. സബോള മാത്രം ഇട്ട് കൊടുത്താൽ മതി. എനിക്ക് ഇഷ്ടമായതുകൊണ്ട് മാത്രമാണ് അങ്ങനെ ചെയ്തിട്ടുള്ളത്. പിന്നെ അതിന്റെ മുകളിലേക്ക് വീണ്ടും റൈസ് ഇട്ട് കൊടുക്കാം. റൈസ് ലെവലാക്കിയതിന് ശേഷം നമ്മൾ പാലും മഞ്ഞളും കൂടിയുള്ള മിക്സ് ഉണ്ടല്ലോ, അത് ഒഴിച്ചു കൊടുക്കാം. അതിനുശേഷം 2 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. നമ്മൾ ആദ്യം 1 ടേബിൾ സ്പൂൺ ആണ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. അപ്പൊ ഇതിന്റെ മുകളിൽ നമ്മൾ 2 ടേബിൾ സ്പൂൺ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. ഗരം മസാല സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. പിന്നെ മല്ലിയിലയും പുതിനയിലയും പിന്നെ ഗാർണിഷ് ചെയ്യാനായിട്ട് വെച്ചിട്ടുള്ള സബോളയും അണ്ടിപ്പരിപ്പും മുന്തിരി ഉണ്ടല്ലോ, അതും കൂടി ഇതിന്റെ മുകളിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ. ഇപ്പൊ 2 ലെയറും സെറ്റാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കത് അലുമിനിയം ഫോയിൽ പേപ്പർ ഉണ്ടല്ലോ, അതുകൊണ്ട് ഒന്ന് കവർ ചെയ്ത് എടുക്കണം. ഇനിയിപ്പോ അതില്ലാന്നുണ്ടെങ്കിൽ കുറച്ച് വെയിറ്റ് ഉള്ള മൂടി കൊണ്ടൊന്ന് മൂടി കൊടുത്താലും മതി കേട്ടോ. എന്നിട്ടൊരു മൂടി വെച്ച് കൊടുക്കാം.
അതിനുശേഷം ഇത് ദമ്മിടാനായിട്ട് വെക്കണം. അപ്പൊ ഞാനൊരു ദോശക്കല്ലാണ് വെച്ച് കൊടുത്തിട്ടുള്ളത്. അതിന്റെ മുകളിലേക്കാണ് ഇത് കയറ്റി വെച്ച് കൊടുക്കണം. അപ്പൊ ദോശക്കല്ല് നന്നായി ചൂടാക്കി എടുത്തിട്ടുണ്ട്. എന്നിട്ട് പിന്നെ ഇത് വെച്ച് കൊടുത്തപ്പോൾ ലോ ഫ്ലെയിമിലാക്കി കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പൊ ഒരു 15 മിനിറ്റ് ദമ്മിടാനായിട്ട് വെച്ചാൽ മതി. 15 മിനിറ്റ് കഴിഞ്ഞപ്പോൾ ഞാൻ ഫ്ലെയിം ഓഫായി കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഒരു 15 മിനിറ്റ് കഴിഞ്ഞിട്ടാണ് ഞാനിത് തുറന്നിട്ടുള്ളത്. അപ്പോ നല്ല പോലെ തന്നെ ദമ്മായി വന്നിട്ടുണ്ട് കേട്ടോ. അത് തുറക്കുമ്പോ തന്നെ നല്ലൊരു സ്മെല്ലാണ് വരുന്നത്. അപ്പൊ നിങ്ങൾക്ക് കാണുമ്പോ തന്നെ അറിയാട്ടോ, ഒട്ടും ഒട്ടിപ്പിടിക്കാതെ നല്ല റൈസ് ആയിട്ടാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. അപ്പൊ കാണുമ്പോ തന്നെ നിങ്ങൾക്ക് അറിയാൻ പറ്റും. അപ്പോൾ അടിപൊളി ടേസ്റ്റ് ആണ് ഈ ഹൈദരാബാദ് ചിക്കൻ ദം ബിരിയാണി. ഉണ്ടാക്കാൻ അറിയാത്തവർക്ക് പോലും വളരെ ഈസി ആയിട്ട് തയ്യാറാക്കാൻ പറ്റുന്നതാണ് ഇത്. ഒരുപാട് സമയമൊന്നും വേണ്ട കേട്ടോ നമുക്കിത് തയ്യാറാക്കാനായിട്ട്. വളരെ എളുപ്പമാണ്, സമയവും ലാഭമാണ് കേട്ടോ. അപ്പൊ ഈ ഒരു ഹൈദരാബാദ് ചിക്കൻ ദം ബിരിയാണിയുടെ റെസിപ്പി എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ആരും മറക്കരുത് കേട്ടോ. ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടും കൂടി ചെയ്യണേ. അടുത്തുള്ള ബെല്ലേക്കും കൂടി എനേബിൾ ചെയ്ത് അതിൽ ഓൾ എന്ന ഓപ്ഷൻ കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യണേ. എങ്കിൽ മാത്രമാണ് ഞാനിടുന്ന ഓരോ വീഡിയോസും നിങ്ങളിലേക്ക് എത്തുകയുള്ളൂ. നല്ലൊരു ഈസി റെസിപ്പിയുമായി നമുക്ക് വീണ്ടും കാണാം. താങ്ക്